എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പുതിയൊരു ഐലൻഡ് സർവൈവൽ സീരീസ് ആണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഹാർഡ് കോർ സീരീസ് ചത്തതിൻ്റെ ശരിക്ക് നമ്മൾ പുതിയൊരു ഹാർഡ് കോർ സീരീസ് തന്നെയാണ് തുടങ്ങാൻ പോകുന്നത്. അതും ഒരു ഐലൻഡിൽ നമ്മൾ സീഡ് അടിച്ചു കൊടുത്തിട്ടുള്ള ഒരു ഐലൻഡാണ്. മെയിനായിട്ടുള്ള ഈ ഐലൻഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4 ഷിപ്പ് സ്പോൺ ആയിട്ടുണ്ട് ഇതിൽ. അതായത് ഒന്ന് ഇവിടെ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് കയറാനുള്ളൊരു പടിയായിട്ടാണ് ഞാൻ ഈ സാൻഡ് എടുത്തിട്ടുള്ളത്. സാൻഡ് വെച്ച് നമുക്ക് മുകളിലേക്ക് കയറാം. അതായത് നമ്മളതിനകത്ത് മെയിൻ ഗോൾ എന്ന് പറയുന്നത് നമ്മളൊരു കോപ്പർ ആർമർ ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇതിലുള്ള ഡയമണ്ട് അടക്കം അയൺ എല്ലാം ഉണ്ട്. നമുക്ക് ഈ ചെസ്റ്റ് മൊത്തത്തിലെടുക്കാം. അത് പിന്നെ കോപ്പറിൻ്റെ ആർമർ അടക്കം ഒരു സ്റ്റാർട്ടർ ബേസ് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. അതായത് നമ്മൾ ചെറിയൊരു സ്റ്റാർട്ടർ ബേസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ വലിയ പ്ലാനിങ് ഒന്നുമില്ല എന്താ ഉണ്ടാക്കണം എന്നുള്ളത്. ഈ 4 ഷിപ്പും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. നമുക്ക് നെക്സ്റ്റ് ഷിപ്പിലേക്ക് പോവാം. പിന്നെ നമ്മളെ ഗോൾ എന്ന് പറയുകയാണെങ്കിൽ ചാവാതെ നോക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതിനു മുമ്പത്തെ ഐലൻഡ് സർവൈവൽ സീരീസിൽ ഞാൻ ആകെ ഒരു എപ്പിസോഡ് അപ്ലോഡ് ആക്കും. രണ്ടാമത്തത് റെക്കോർഡ് ചെയ്യും, ചാവും. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം അതേപോലെ നടന്നില്ല. അങ്ങനെ സ്പീഡിലെല്ലാം ഉണ്ടാക്കാൻ നോക്കുന്നില്ല. മെല്ലെ മെല്ലെ പോവാം. നമുക്ക് ആദ്യം കോപ്പറിലേക്ക് പോവാം, അത് കഴിഞ്ഞ് ചൈനയിലേക്ക് പോവാം, അത് കഴിഞ്ഞ് ഡയമണ്ടിലേക്ക് പോവാം, അത് കഴിഞ്ഞ് മെല്ലെ 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 പോവാം. നടക്കുമെന്ന് അറിയില്ല, എന്നാലും നടന്നാൽ ഇങ്ങനെ മെല്ലെ മെല്ലെ പോവാം. അല്ലാതെ എല്ലാം ഒന്നിച്ച് സ്പീഡിലാക്കാൻ നോക്കിയിട്ട് പെട്ടെന്ന് ചത്തുമായിട്ട് വെറുതെ അടുത്ത് തുടങ്ങാൻ നിൽക്കാൻ. ഇതിൻ്റെ ഒന്ന് ബാക്കി ചെയ്യാൻ നോക്കാം, മാക്സിമം ഞാൻ നോക്കാൻ നോക്കിയത്. ഇതിനുള്ളിൽ ക്യാരറ്റ് അടക്കാനുണ്ട്. നമുക്ക് വേറെ ഇതിൻ്റെ അടുത്തൊന്നും വില്ലേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്യാരറ്റ് നമുക്ക് വേറെ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമുക്കിത് ക്യാരറ്റ് നമുക്ക് കൃഷി ചെയ്യണം. അതുപോലെ ഒരു വീറ്റ് ഫാം ഉണ്ടാക്കണം, ഒരു ക്യാരറ്റ് ഫാം ഉണ്ടാക്കണം. അതാണ് നമ്മളെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ബെഡ് ഉണ്ടാക്കണം. അത് ബെഡ് ഉണ്ടാക്കാൻ നമുക്ക് വൂള് വേണം. വൂള് നമുക്കിപ്പോൾ ആടെയും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നൈറ്റ് നിന്നിട്ട് സ്പൈഡറിനെ കൊന്ന് സ്ട്രിങ് ഔട്ട് ചെയ്ത് അങ്ങനെയെല്ലാം ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് നേരെ 4 ഷിപ്പും പോയിട്ട് കണ്ടിട്ട് വരാം. അങ്ങനെ 4 ഷിപ്പും ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ 2 ഷിപ്പിൽ മാത്രമേ എന്തൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് തന്നെ വുഡ് കട്ട് ചെയ്ത് തുടങ്ങാം. വുഡ് കട്ട് ചെയ്ത് നമ്മൾ വുഡൻ ടൂൾസിലേക്ക് പോകും. വുഡൻ ടൂൾസ് എന്ന് പറഞ്ഞാൽ എല്ലാ ടൂൾസും ഒന്നുമില്ല, ഒരു പിക്കാക്സ് മാത്രം ഉണ്ടാക്കും. പിക്കാക്സ് ഉണ്ടാക്കി നമുക്ക് സ്റ്റോൺ ടൂൾസിലേക്ക് നേരെ അപ്ഗ്രേഡ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റത്തെ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം. ഫസ്റ്റ് തന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുക, ഒരു വുഡൻ പിക്കാക്സ് ഉണ്ടാക്കുക. ഇത്രയാണ് നമ്മളെ ഇപ്പോഴത്തെ ഗോൾ. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റോൺ ടൂൾസിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ഓരോന്ന് പടി ചെയ്തു പോകാൻ ആണ് ഉദ്ദേശിക്കുന്നത്. എവിടെ വെക്കാം? ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കുഴിയെടുത്തിട്ട് സ്റ്റോൺ കണ്ടുപിടിക്കാം. ഇത്രയാണ് നമ്മളെ ഇപ്പോഴത്തെ ഗോൾ എന്ന് പറയുന്നത്. അങ്ങനെ മെല്ലെ മെല്ലെ പോവാം. അങ്ങനെ ഞാൻ സ്റ്റോണെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോൺ ഏജിലേക്ക് മാറാം. സ്റ്റോണിൻ്റെ എല്ലാ തരത്തിലുള്ള ടൂൾസും നമുക്ക് ഉണ്ടാക്കി വെച്ചേക്കാം. ആവശ്യമുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഷീൽഡ്, ഒരു ഷിയർ, അതുപോലെ ഒരു ബക്കറ്റ് കൂടി ഉണ്ടാക്കാം. ഷിയർ ഉണ്ടാക്കിയതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് വൂള് ഇപ്പം നമ്മൾ ഒരു ഷീപ്പ് സ്പോണായാൽ തന്നെ നമുക്ക് അതിൻ്റെ വെറുതെ കൊന്നിട്ട് അതിൻ്റെ ഒരു വൂള് കളക്ട് ചെയ്യുന്നതിനെക്കാട്ടും ഷെയർ ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ല കാര്യം. ഇതേപോലത്തെ സ്ഥലത്ത് നമ്മൾ വലിയൊരു ലാൻഡിലാണ് ഉള്ളതെങ്കിൽ അത് പ്രശ്നമില്ല, കൊന്നിട്ട് തന്നെ എടുക്കാം അതിനെ. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തായതുകൊണ്ട് ഷീപ്പ് സ്പോണാകുന്ന കുറവായിരിക്കും. അപ്പോൾ ഒന്ന് സ്പോണായാൽ തന്നെ അതിനെ ഷെയർ ചെയ്യുന്നതാണ് നല്ലത്. നമ്മളുടെ സാധനങ്ങളെല്ലാം ഉള്ളിലെടുത്ത് വെക്കാം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിളിലൂടെ വെക്കാം. ജസ്റ്റ് നമ്മൾ ഇവിടെ വെക്കാൻ തോന്നും. ഇവിടെ വെക്കാം. ഒരു ഫർണസും കൂടി ഉണ്ടാക്കി നമുക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ വെക്കാം. നമുക്ക് കുക്ക് ചെയ്യാൻ ഇതാണ്. അപ്പോൾ അതായി.
പിന്നെ ഇവിടെ 2 കോള് കാണുന്നുണ്ട്. നമുക്ക് ആ കോൾ എടുത്തേക്കാം. എൻ്റെ കയ്യിൽ കോളില്ലാണ്ട് നമുക്ക് ടോർച്ച് വേണം ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ സോംബി സ്പോൺ ആവാൻ ചാൻസ് ഉണ്ട് ഞാൻ പുറത്ത് പോകുന്ന സമയത്ത്. ടോർച്ചുമായി. ഇനി എന്താ എന്ത് ചെയ്യും? ഒരു ഡോറ് നമുക്ക് വെക്കണം ഈ സ്ഥലത്ത്. നമുക്ക് ഇതിൻ്റെ മുമ്പിൽ നമുക്ക് രാത്രി കഴിഞ്ഞാൽ ബോള് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഡോറ് വേണം. ഇതിൽ മിക്സിൻ്റെ ഇതുണ്ട്, അത് നമുക്ക് എടുത്തിട്ട് ഇവിടെ വെക്കാം. അങ്ങനെ അതുമായി. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യണം, പുറത്ത് രാത്രി ആയിട്ടില്ല, നമുക്ക് കുറച്ച് സീഡ് ഇത് ഇവിടെ ഷീപ്പ് സ്പോൺ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ബോള് കളിച്ചാൽ അപ്പം എന്തായാലും ഇനി നൈറ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ ചെയ്യും. ഷീപ്പ് സ്പോണായത് ഭാഗ്യമാണ്, നമ്മൾ സ്പോണായിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ബോളെല്ലാം കളക്ട് ചെയ്തു. ഇനി നമുക്കൊരു ബെഡ് ഉണ്ടാക്കി വെച്ചേക്കാം. നൈറ്റ് ആവാനായി. ഇങ്ങനെ ബെഡുമായി. ഇനി നമുക്ക് ഡേ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി സിമ്പിളാണ്. ബെഡ് കിട്ടിയ സ്ഥിതിക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ക്രീപ്പറിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ക്രീപ്പർ ചില സമയത്ത് അവിടെ സ്പോണായി വേക്കുന്നതിനെ പോലെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് വാല്യുബിൾ ഐറ്റംസെല്ലാം ഞാൻ ജസ്റ്റിലെടുത്ത് വെക്കുന്നത്. ഇത് കയ്യിൽ കൊണ്ട് നടക്കുന്നതിൽ വലിയ ഉപകാരമൊന്നുമില്ല, കയ്യിൽ വെച്ച് നടക്കുന്നത്. നമുക്ക് ഈ ട്രിമ്മെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിക്കുമെന്ന് ആർക്കറിയാം. ബാക്കി സാധനങ്ങളെല്ലാം ആവശ്യമില്ലാത്ത ഇപ്പോൾ കയ്യിൽ വെക്കേണ്ടാത്ത സാധനങ്ങൾ കയ്യിൽ വെക്കാം, മതി. ഇനി നമുക്ക് നമ്മളെ ഇത് സാപ്ലിങ് ഒന്ന് ഇട്ട് വെക്കാം. അതുപോലെ നമുക്ക് സീഡ് കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് സീഡ് കൂടി കളക്ട് ചെയ്ത് വെക്കാം. സീഡൊന്നും കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ ഇപ്പുറത്തുനിന്ന് എൻ്റെ സ്ഥലത്തുനിന്ന് അപ്പുറത്തെ ചെറിയൊരു ഐലൻഡിലേക്ക് ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്. സെയിം ഐലൻഡ് തന്നെ, ഈ ഇതിൻ്റെ അടുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ പാലം ഉണ്ടാക്കി വെച്ചു. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വീറ്റും ക്യാരറ്റും അവിടെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാലം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയുക കമൻറ്റിൽ. പിന്നെ നമ്മളെ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇവിടെ ഇതിൻ്റെ മുകളിൽ ഈ സ്ഥലത്തായിട്ട് വീട് വെക്കുക എന്നാണ് എൻ്റെ ഒരു പ്ലാൻ ഉള്ളത്. ഇതാണ് നമ്മളെ ബ്രിഡ്ജ്. കുഴപ്പമില്ല, എങ്ങനെ വെറുതെ ഉണ്ടാക്കിയിട്ടുണ്ട്, നോക്കാം എങ്ങനെ ഉണ്ടാവും. നമ്മളെ പഴയ വീട് ഇതിങ്ങനെ ഉണ്ടാവും. നമ്മൾ മൈനിങ്ങിന് പോകുന്ന സമയത്ത് സാധനങ്ങൾ കൊണ്ടുവെക്കാനും ഈ ചെസ്റ്റ് ഇവിടെ നിൽക്കും. ഫർമസും ക്രാഫ്റ്റ് ടേബിളെല്ലാം ഇവിടെ തന്നെ ഉണ്ടാവുന്നത്. ഇത് എടുത്ത് കൊണ്ടുപോകുന്നൊന്നുമില്ല. അതുപോലെ നമുക്കിനി കോപ്പർ ആർമർ ആക്കാനുള്ളതുകൊണ്ട് ഞാൻ മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കോപ്പർ ആർമറിലായിരിക്കും ഉണ്ടാകുന്നത്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ അയണിലേക്ക് പോവും. അതിലേക്ക് നമ്മൾ ഡയമണ്ടിലേക്ക് പോവും. ഡയമണ്ടിലേക്ക് പോകുന്നതാണ് നമ്മൾ പ്രതീക്ഷ. ഡയമണ്ടിലേക്ക് പോകണം എന്തായാലും. ഡയമണ്ട് ഇല്ലെങ്കിൽ നമ്മൾ വേഗം ക്രീപ്പർ കാരണം ചാവാൻ ചാൻസ് ഉണ്ട്. ഇതെപ്പം ബാക്കിൽ വന്ന് പൊട്ടിത്തെറിക്കുന്ന നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. ഇപ്പം ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ നമ്മൾ കോപ്പർ ആർമറെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയുണ്ട് അറിയില്ല. നമുക്ക് ഫിഷിങ്ങിന് പോകാം. ഞാൻ ഇതുവരെ ഫിഷിങ് ചെയ്തിട്ടില്ല. ഇത്രയും ദിവസം കളിച്ചിട്ട് ഞാൻ ഇതുവരെ ഫിഷിങ് മാത്രം ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ ഫുഡ് കുറവായതുകൊണ്ട് നമുക്ക് കുറച്ച് ഫിഷിനെ പിടിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചൂണ്ടയിലോട്ടിട്ടുണ്ട്. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് മാത്രം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. നേരത്തെ ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് 2 പ്രാവശ്യം പിടിച്ചു, അറിയാറുണ്ട്. എങ്ങനെ മനസ്സിലായിട്ടില്ല. 2 മീനിനെ കിട്ടിയിട്ടേ നേരത്തെ. പിന്നെ ഞാൻ ഇട്ട് കുറേ പ്രാവശ്യം ഇട്ട് നോക്കി, പക്ഷെ എനിക്ക് ഒന്നും കിട്ടുന്നില്ല. അടിയിൽ ഇങ്ങനെ ബബിൾസ് മാത്രം വരും. ആ സമയത്ത് നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ മീനിനെ കിട്ടേണ്ടതാണ് ശരിക്കും, പക്ഷെ എനിക്കങ്ങനെ കിട്ടിയിട്ടില്ല. ഇതെല്ലാം വെറുതെയാണ്, ഒന്നും വരുന്നില്ല. പിന്നെ പറ്റിച്ചോണ്ടിരിക്കുന്നതാണ് മീനെല്ലാം. ഒന്നും കൂടി നൈറ്റ് ആവാനായി.
നൈറ്റ് ആവുന്നതിന് മുമ്പ് ഒരു മീനിനെ പിടിക്കുന്ന വീഡിയോ എങ്കിലും മീനിനെ പിടിക്കുന്ന കാണിക്കാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മീൻ വരുന്നുണ്ട്. അങ്ങനെ ഫൈനലിൽ ഒരു മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സാൽമൺ 2 എണ്ണമായി. അപ്പം നമുക്കിനി നൈറ്റ് സ്കിപ്പ് ചെയ്യാം. നമ്മളെ ചെറിയ കുടിലേക്ക് പോവാം. ഇത് മൈനിങ് ഏരിയയിലെ സ്ഥലമാണ്. ഇത് നമ്മളെ ഷീപ്പിനെല്ലാം കുറച്ചെണ്ണം ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്ത് ഇവിടെ കിടന്നുറങ്ങാം. അങ്ങനെ അതുമായി ഇപ്പോൾ സിമ്പിളായിട്ടുണ്ട്. കുറച്ചും കൂടി ഇനിയിപ്പോൾ ഹാർഡാവുമെന്ന് അറിയില്ല. നമ്മൾ ഫിഷ് ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ചേക്കാം. സാൽമൺ ഫ്രൈ ആക്കി വെക്കാം. അതിന് നമുക്ക് വീട് കെട്ടിയിട്ട് വരാം. വീട് അങ്ങനെ ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം എൻ്റെ സ്റ്റാർട്ടർ ബേസിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. എൻ്റെ കയ്യിലെ വാല്യുബിൾ ഐറ്റംസ് എല്ലാം ഞങ്ങൾ ഇത് അയണുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. സിമ്പിളാണ്, അധികം പണിയൊന്നും ഉണ്ടായിട്ടില്ല. അധികം ഡിസൈനും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു വീടിനെ തോന്നാത്തൊരു വീടാണത്. എങ്ങനെയുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ഏതായാലും ചെറിയ ലൈറ്റർ ചെയ്തിട്ടുണ്ട്. ഇതിനെ കൊന്നേക്കാം, നമുക്ക് ഫുഡ് കുറവാണ്. എങ്ങനെ ഉണ്ടെന്ന് തന്നെ എനിക്കെന്നെ അറിയില്ല. ഞാൻ ഇതുപോലത്തെ ഒന്ന് മുമ്പ് ഉണ്ടാക്കിയോ സംശയമുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ എൻട്രൻസ് വരുന്നത്. അടിയിൽ കുറച്ച് ഫർണസും കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. വെറുതെ കോള് കളയണ്ട, ഇവിടെ വെക്കുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് അതിന് ഫ്രണ്ട് ആക്കണം. പിന്നെ നമ്മളെ കയ്യിലുള്ള വാല്യുബിൾ ഐറ്റംസ് അയൺ നമുക്ക് വെക്കാം. അതുപോലെ വുഡിൻ്റെ സാധനങ്ങളിലേക്ക് വുഡിൻ്റെ മാത്രം അവിടെ നമുക്ക് ബുക്ക് കൂടി വെക്കാം. വുഡിൻ്റെ വെക്കാൻ ഉദ്ദേശിച്ചത്. ഇതിൽ നമ്മളെ ബാക്കിയുള്ള സാധനങ്ങൾ ആർമറും മറ്റേ വീടിന് കെട്ടുന്നതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളും എല്ലാം വെക്കുന്ന ഇതാണ്. വെപ്പൺസ് എല്ലാം ഇതിലാണ് വെക്കുന്നത്. ഈ ബോൾ നമുക്ക് എടുത്തേക്കാം. അതുപോലെ ഇത് നേച്ചർ ഐറ്റംസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇതിലാണ് വെക്കുന്നത്. അതിലേക്ക് നമുക്ക് ഇതെല്ലാം വെക്കാം. അതുപോലെ അതിൻ്റെ അപ്പുറത്തത് നമ്മളുടെ സ്റ്റോണെല്ലാം വെക്കുന്നത്. ഇതെൻ്റെ ബെഡ്റൂം. ഈ ബെഡ് ഇവിടെ സ്ഥിരമായിരിക്കും ഉണ്ടാകുന്നത്. ഒരു ബെഡ് എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ വന്ന് കിടന്നുറങ്ങിയാൽ ഭാഗ്യം. ചിലപ്പോഴേ കിടന്നുറങ്ങാനും വരും. അപ്പം നമ്മളുടെ ഡോഗിനെ നമുക്ക് ടൈം ചെയ്യും. അതവിടെ അങ്ങോട്ട് ഓടി പോകുന്നുണ്ട്. അതിനും കൂടെ ടൈം ചെയ്ത് വെക്കാം. ഇത് രണ്ടെണ്ണം കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ഫ്രണ്ടായിട്ടുണ്ട്. എൻ്റെ പുതിയ പെറ്റും കൂടിയായി എനിക്ക്. അത് വരും. ഇനി ട്രൈഡറിൻ്റെ ലാമേനെ കൊന്നിട്ട് നമുക്ക് കുറച്ച് ലെതർ എടുത്തേക്കാം. നമുക്കിത് കൗ സ്പോണാകുന്നത് വളരെ കുറവാണ്. സ്പോണേനെ കൊല്ലുകയും ചെയ്തു. അപ്പം നമുക്കിതിനെ കൊന്നിട്ട് ഇതിൻ്റെ ലെതർ എടുത്തേക്കാം. ലെതറും കിട്ടും, ലീഡും കിട്ടും. അതാണ് എനിക്ക് ഉപയോഗം കൊന്നു കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ വെറുതെ ഉണ്ടൊരു കാര്യമൊന്നുമില്ല. നമുക്ക് ലീഡും ലെതറും വേണമെങ്കിൽ കൊല്ലാം. ഇവൻ്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന് അറിയില്ല. നമുക്കിപ്പം കൊടുക്കാൻ പറ്റിയൊന്നുമില്ല ഇതിൽ. വെറുതെ ബക്കറ്റ് കളയണ്ട, അയൺ കുറവാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ മെയിൻ ഗോളായ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ കോപ്പർ ആർമർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നുള്ളൊരു സജഷനും കൂടി പറയുക. അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യണം എന്നുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറയുക. ബൈ.